ഹലോ, എല്ലാവർക്കും ലവ് മൈ ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്റെ പ്രൊപ്പഗേഷൻ സ്റ്റേഷനാണ് കാണിക്കുന്നത്. പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്ന സ്ഥലം. അപ്പൊ എന്റെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്ന സ്ഥലം ഈ ഒരു കിച്ചന്റെ സ്ലാബിന്റെ ഈ ഒരു വശമാണ്. കാരണം മിക്കവരുടെയും ചിലപ്പോൾ അത് തന്നെയായിരിക്കും കേട്ടോ. കാരണം കിച്ചൺ സ്ലാബ് നമ്മൾ എപ്പോഴും വരുന്ന കുക്ക് ചെയ്യാനും പാത്രം കഴുകാനും ഒക്കെ ആയിട്ട് ഏത് നേരം നമ്മൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞാനിവിടെ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈസിലി മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ചെടികളില് റൂട്ട്സ് ആയോ, അല്ലെങ്കിൽ ലീവ്സ് മഞ്ഞയായി പോയോ, കരിഞ്ഞു പോയോ, വെള്ളം കുറഞ്ഞു പോയോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വളരെ എളുപ്പത്തിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്താണെങ്കിൽ. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വെളിച്ചം ഈസിലി കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഏരിയ. ആക്ച്വലി ഈ ബ്ലൈൻഡ്സ് ഞാനിപ്പോ വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അടച്ചിട്ടെന്ന് മാത്രം, ആക്ച്വലി തുറന്നിരിക്കുക. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വെളിച്ചം നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ ഒരു ഐഡിയൽ പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ചെടികൾക്ക് വളരാനും പ്രൊപ്പഗേഷനും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്റെ പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ. അപ്പൊ എപ്പോഴും എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം ചെടികളെ. അതിന് വേണ്ടിയിട്ട് ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചെടികളെ വെക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പൊ ഞാൻ ഇപ്പോ ഏതൊക്കെ ചെടികളാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നതെന്ന് കാണിക്കാം. പ്രൊപ്പഗേറ്റ് ചെയ്യൽ മാത്രമല്ല, ചിലപ്പോൾ നടാനായിട്ട് ഓർക്കാനും കൂടെ വേണ്ടിയിട്ട് ഞാൻ വെക്കും. ഇത് അതുപോലെ ഒരു ചെടി, അത് സ്നേക്ക് പ്ലാന്റ്. അത് സാധാരണ കാണുന്ന സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയാ. ഇത് ഞാൻ ആക്ച്വലി ഒരു സ്ഥലത്ത് കിടക്കുന്നത് കണ്ടത്. അപ്പൊ ഞാൻ നടാൻ ഓർക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് വന്നേക്കും, ഇവിടെ വെച്ചേക്കുന്നതായിരുന്നു. അങ്ങനെ അതാണ് ഇവിടെ ഫസ്റ്റ് ഇരിക്കുന്ന ഒരു ചെടി. പിന്നെ അടുത്തത് ഈ അഗ്ലോനിമയാണ്. അഗ്ലോനിമ പുറത്ത് അത്യാവശ്യം കാട് പോലെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ തണ്ടുകൾ എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയല്ലേ അഗ്ലോനിമ. അതിന്റെ ഏത് വെറൈറ്റി ആണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ, തണ്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈസിലി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത് നമുക്ക് മണ്ണിലേക്ക് മാറ്റാം. അതുപോലെ അടുത്തത് ഇവിടെ വെച്ചേക്കുന്നത് ഈ ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. ഇതുണ്ടോ, ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഫിലോഡെൻഡ്രോൺ ഇങ്ങനെ കുറച്ച് തൂങ്ങി വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് കട്ടിങ്സ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചത്. ഇനി ഇത് നടണം. അപ്പൊ ഫിലോഡെൻഡ്രോൺ ആണെങ്കിൽ നമ്മൾ മണി പ്ലാന്റ് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണല്ലോ ഫിലോഡെൻഡ്രോൺ. അതിന്റെ ഈ ഒരു വെറൈറ്റിയാണ്. ഈ താഴേക്ക് തൂങ്ങി വരുന്ന തരം ഫിലോഡെൻഡ്രോണിന്റെ കുറച്ച് കട്ടിങ്സ് ആണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഇത് ഇവിടെ വെച്ചേക്കുന്ന ഒരു ചെടി. അതുപോലെ അടുത്തത് ഇവിടെ ഇരിക്കട്ടെ. ഈ അടുത്തത് ഈ ഒരു സിങ്കോണിയം വെറൈറ്റി ആണ്. ഇത് നല്ല പ്രത്യേകതയുള്ള ഒരു സിങ്കോണിയാണ്. കണ്ടോ, ഇതിന്റെ ലീവ്സ് ഇതുപോലെ വെരിഗേറ്റഡ് ആണ്. ഒരു ആൽബീനോ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ എൻജോയ് പോത്തോസ് പോലെ വൈറ്റും ഗ്രീനും ആയിട്ടുള്ള ലീവ്സ് ആയിട്ടുള്ള ഒരു സിങ്കോണിയാണിത്. അപ്പൊ അതിന്റെ തണ്ട് കിട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രം. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു റൂട്ട്സ് വന്നു, കണ്ടോ. അപ്പൊ ഓരോ നോഡ്സിലും ഈ സിങ്കോണിയം ആണെങ്കിലും വളരെ എളുപ്പത്തിൽ റൂട്ട്സ് വരും. അപ്പൊ ഇനി ഇത് എനിക്ക് മണ്ണിലേക്ക് മാറ്റി നടണം. അപ്പൊ അതിനു വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോ അതാണ് നമ്മുടെ അടുത്തൊരു ചെടി ഇവിടെ ഇരിക്കുന്നത്. ആൽബീനോ ആയിട്ടുള്ള ഈ ഒരു സിങ്കോണിയം വെറൈറ്റി എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടല്ലോ. അതങ്ങനെ എളുപ്പത്തിൽ കിട്ടൂല കേട്ടോ, റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ അടുത്തത് ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു റബ്ബർ പ്ലാന്റിന്റെ കട്ടിംഗ് ആണ്. റബ്ബർ പ്ലാന്റ് നമ്മളിതിന് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് റബ്ബർ പ്ലാന്റിന്റെ. പിന്നെ അതും കൂടാതെ ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു സിങ്കോണിയം വെറൈറ്റി തന്നെയാണ്. പക്ഷെ ഈ സിങ്കോണിയത്തിന്റെ ഷേപ്പ് കണ്ടോ, ഇതിന്റെ ലീഫ് കണ്ടോ, ഇത് 3 പെറ്റൽ ഉള്ള പോലെ തോന്നും അല്ലെ. 3 പെറ്റൽ ഒരു ലീഫ് തന്നെ ഉള്ള പോലെ തോന്നും. അങ്ങനത്തെ ഒരു വെറൈറ്റി സിങ്കോണിയമാണ്. അതിന്റെ ഒരു തണ്ട് കിട്ടിയപ്പോ എന്റെ വീട്ടിൽ അമ്മയുടെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് പോന്നു എന്ന് മാത്രം. അപ്പൊ അതിന്റെ ലീഫിന്റെ ഈ പ്രത്യേകത കാരണം പിങ്ക് സ്പ്ലാഷ് എന്നങ്ങോട്ട് പറയാൻ തോന്നും സിങ്കോണിയം. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കട്ടിങ്സ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ മറ്റേ സിങ്കോണിയം ആരോഹെഡിന്റെ ഷേപ്പ് കണ്ടോ, അതും ഇതിന്റെ ഷേപ്പും നല്ല വ്യത്യാസമുണ്ട് ഉണ്ടല്ലേ, കണ്ടോ, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊരു തരം സിങ്കോണിയം. അതങ്ങനെ നമ്മൾ കട്ടിങ്സ് എടുത്ത് വെച്ചേക്കുവാണ്. ഇത് ഇട്ടിട്ടുള്ളൂ. ഇതിനകത്ത് റൂട്ട്സ് വരാനായിട്ട് അങ്ങനെ തുടങ്ങിയിട്ടില്ല. അതിവിടെ ഇരിക്കട്ടെ. അടുത്തത് ഇതുപോലെ തന്നെ ഞാനൊരു കട്ടിങ്സ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഈ പെപ്പറോമിയാണ്. അത് നടാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇതിപ്പോ കാലസ് ആയിട്ടുണ്ട്. അതായത് ചില ഇതുപോലത്തെ കട്ടിയുള്ള തണ്ടുള്ള ചെടികൾ നമ്മൾ 2 ദിവസം വെച്ചാലും ചീത്തയാവാത്ത ചെടികൾ അങ്ങനെ വെക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് തന്നെ റൂട്ട് വരും. ഇതിപ്പോ വെള്ളത്തിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ റൂട്ട്സ് വരും ഈ ഒരു പെപ്പറോമിയ. പക്ഷെ നമുക്ക് നേരിട്ട് മണ്ണിൽ നടാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ അങ്ങനെ ഇത് ഞാൻ അങ്ങനെ ഓർക്കാൻ വേണ്ടി ഇവിടെ വെച്ചേക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ അടുത്തത് ഇവിടെ വെച്ചേക്കുന്നത്
ഇതൊരു സിങ്കോണിയം ഉണ്ട്. സിങ്കോണിയം സാധാരണയായിട്ടുള്ള പിങ്ക് കളർ സിങ്കോണിയം ആണ്. ഇത് നേരത്തെ കണ്ടതല്ല. നിങ്ങൾക്ക് ലീഫിന്റെ ഷേപ്പ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലെ. അതായത് നോർമൽ ആണ്. ഇപ്പൊ എല്ലാവരും കയ്യിലും ഉണ്ട്. പക്ഷെ ഞാനിത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചു എന്ന് മാത്രം. വീട്ടിൽ നിർത്തുകൊണ്ട് വന്നപ്പോ അങ്ങനെ ഈ ഒരു സിങ്കോണിയം ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നോർമൽ ആയിട്ടുള്ള വെറൈറ്റി കണ്ടോ, യെല്ലോ ലീഫ് ആവുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ എടുത്ത് വേസിലിടാൻ പറ്റും, നമ്മുടെ ഇവിടെ വെക്കുവാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത് നോർമൽ ആയിട്ടുള്ള ഈ ഒരു സിങ്കോണിയം ഇതിന്റെ ഒരു കഷ്ണം ഞാൻ എടുത്ത് വെച്ചേക്കുവാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വെള്ളത്തിൽ. ഇനി ഇതൊക്കെ നടണം എനിക്ക്. അതുപോലെ ഈ സ്പൈഡർ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ എന്നാലും ഒരു തണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നു എന്ന് മാത്രം. അതും വളരെ എളുപ്പത്തിൽ തന്നെ റൂട്ട്സ് വന്നു. അതുപോലെ ഇത് നമ്മുടെ മാർബിൾ ക്വീൻ പോത്തോസിന്റെ വലിയ ലീവ്സ് ആണ്. കണ്ടോ, ഇത് എനിക്കിതിന്റെ വെരിഗേഷൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാരണം ഞാൻ ഇലകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തുകൊണ്ട് വന്നത്. എൻ്റെ അടുത്ത് ഉണ്ട് ആക്ച്വലി മാർബിൾ ക്വീൻ, പക്ഷെ എന്നാലും ഞാനിങ്ങനെ കളറും വലിപ്പവും കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോ ഇത് നമുക്ക് നടാനുണ്ട്. അങ്ങനെ അതാണ് അടുത്തൊരു പ്ലാന്റ് ഇരിക്കുന്നത്. പിന്നെ ഇത് ഒരു പോത്തോസിന്റെ വെറൈറ്റി, സിൽവർ പോത്തോസിന്റെ ചെറിയ ചെറിയ ലീവ്സ് ആണ് കേട്ടോ. അത് ഞാനിപ്പോ എടുത്ത് ഒരുമിച്ച് കെട്ടി വെച്ചു എന്ന് മാത്രം. ഇനി ഇത് നടണം. അങ്ങനെ അടുത്തത് ഇരിക്കുന്നത് ഈ ഒരു സിൽവർ പോത്തോസ് ആണ്. പിന്നെ ഇവിടെ വീണ്ടും മെഗ്ലോനിമാസ് ഉണ്ട്. അതുപോലെ ഫിലോഡെൻഡ്രോണിന്റെ ഒരു കട്ടിങ് ഉണ്ട്. നമുക്ക് എത്ര തന്നെ കിട്ടിയാലും മതിയാകാത്ത ഇതാണല്ലോ ഈ ചെടികൾ. അപ്പൊ ഫിലോഡെൻഡ്രോൺ ഇതെന്റെ അടുത്ത് ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ എടുത്തോണ്ട് വന്നത് മാത്രം. ഇത് നമുക്ക് ഇനി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട്, അതായത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് റൂട്ട്സ് ആയതിനു ശേഷം നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തോണ്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇത് കട്ട് ചെയ്ത് ഇടാനുണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് ജെയ്ഡ് പോത്തോസിന്റെ കട്ടിങ്സ് ഉണ്ട്. ജെയ്ഡ് പോത്തോസ് ആണിത്. ലീഫ് കണ്ടോ, ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ജെയ്ഡ് പോത്തോസ് ആണിത്. അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ അഗ്ലോണിമ, ഇതിപ്പോ ഇച്ചിരി നാളായി. ഇത് നമുക്ക് കണ്ടത് ലീവ്സ് ഒക്കെ ഇച്ചിരി ചീത്തയായിട്ടുണ്ട്. ഇത് ഞാൻ ഇനി വെള്ളത്തിൽ നിന്ന് മണ്ണിലേക്ക് മാറ്റും അധികം വൈകാതെ. അങ്ങനെ ഇത്രയും ചെടികളാണ് ഈ ഭാഗത്തായിട്ട് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് എന്റെ ചെറിയൊരു പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ. അപ്പൊ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചെടികൾ എന്നുള്ളത് നമുക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നല്ല ചിറ്റ് വീഡിയോസിൽ കാണാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ്. നല്ലൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.